വെൽക്കം ടു PSCtalks. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റി എന്നുള്ള സബ്ജക്റ്റാണ്. അതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോജി അഥവാ സമാന ബന്ധം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സമാന ബന്ധം എന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ ഇവിടെ അനലോജിയിൽ തരുന്നത് ഒരു ജോഡിയുടെ ഫോമിലായിരിക്കും. അതായത് രണ്ട് ആർട്ടിക്കിൾ, ഓക്കെ, അവർ തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവും. ഇനി ഈ സാമ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുള്ള തന്നിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തുക. ഇതാണ് ഈ ഒരു ഫോമാറ്റിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്ന ഓൾറെഡി ഒരു ജോഡി ഉണ്ടാവും. ഈ ജോഡിയിലെ അംഗങ്ങൾ ഓരോ ഐറ്റമും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അവരുടെ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതേ റിലേഷൻ നമ്മളുടെ ചോദ്യത്തിലെ ഭാഗത്തിലും കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതാണ് അനലോജിയിൽ നമ്മൾ സിമ്പിളായിട്ട് കണ്ടെത്താനുള്ളത്. ഇനി ഏതൊക്കെ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതെന്ന് മനസ്സിലാക്കുക. ആദ്യമായിട്ടുള്ളത് വേർഡ് അനലോജിയാണ്. ഓക്കെ, വാക്കുകളിൽ സാമ്യം കണ്ടെത്തുക. ക്വസ്റ്റ്യൻസ് വേർഡുകളുടെ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമതായിട്ടുള്ളത് ആൽഫബറ്റ് അനലോജി, അതായത് അക്ഷരങ്ങളുടെ കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്പർ അനലോജിയാണ്. നമ്പേഴ്സിൻ്റെ തന്നെ റിലേഷൻസ് വെച്ചിട്ട് ഓരോ ജോഡിയും നമ്മൾ സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ പാർട്ട് നമ്മൾ സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വേർഡ് അനലോജിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൗ, കാഫ്. ഓക്കെ, അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഡബിൾ ഡോട്ട്സ് കാണത്തില്ല, ഈ ഡബിൾ കോളൻ കാണുമ്പോൾ മനസ്സിലാവണം അതിന് മുന്നേ ഉള്ള രണ്ട് ഐറ്റംസ് ആണ് ഒരു ജോഡി എന്ന് പറയുന്നത്. അപ്പോൾ കൗവും കാഫും, അപ്പോൾ കൗവിൻ്റെ ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെയാണ് കാഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം എന്താണ്? ഗോട്ടിൻ്റെ ഓഫ് സ്പ്രിങ് എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും? ഗോട്ടിൻ്റെത് ഓഫ് സ്പ്രിങ് ഏതാണ്? ലാംബാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിന് എന്താണ് ഫസ്റ്റ് ഹാഫിൽ റിലേഷൻ എന്താണെന്ന് നോക്കുക. അതിനുശേഷം സെക്കൻഡ് ഹാഫിലുള്ളത് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്താണ്? റെയിൻബോ, മഴവില്ല്. റെയിൻബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവില്ലാണ്. ഇതോ സ്കൈ. അപ്പോൾ മഴവില്ല് എവിടെയാണ് നമ്മൾ കാണാറുള്ളത്? സ്കൈയിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾക്കുള്ള ജോഡി, തന്നിട്ടുള്ള ജോഡി ഇതാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? മിറാഷ് അഥവാ മിറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരീചികയാണ്. ഓക്കെ, മരീചിക നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മിറാഷ് അല്ലെങ്കിൽ മരീചിക എന്നുള്ള പ്രതിഭാസം നമ്മൾ കാണുന്നത് ഡെസേർട്സിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഈ രീതിയിൽ എന്താണോ ബന്ധമുള്ളത് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെക്റ്റാങ്കിൾ, സ്ക്വയർ. ഇനി ഒരു ഷേപ്പ് തമ്മിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഷേപ്പിൻ്റെ ബന്ധം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്റ്റാങ്കിളും സ്ക്വയറും. ഇപ്പോൾ റെക്റ്റാങ്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതാണ് ഒരു റെക്റ്റാങ്കിൾ അല്ലേ, 4 വശങ്ങളുള്ള ഒരു ഷേപ്പാണ്. ഇനി അടുത്തതോ സ്ക്വയർ. ഓക്കെ, ഇവർ തമ്മിലുള്ള ഇതിപ്പോൾ 4 വശങ്ങളുള്ള ഒരു ഷേപ്പാണ്. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ? എലിപ്സ് ആണ് തന്നിരിക്കുന്നത്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പാണ് അല്ലേ, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഭൂമി കറങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഭ്രമണപഥം എലിപ്റ്റിക്കൽ ഷേപ്പിലാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ സ്ക്വയറിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പോലെ എലിപ്സ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതുമായിട്ടാണ് ബന്ധം വരുന്നത്? സ്വാഭാവികമായിട്ടും ഏതാണ്? സർക്കിൾ ആയിരിക്കും അല്ലേ. ഇവിടെ സർക്കിളാണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് വേർഡ് അനലോജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ GK അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജനറൽ അവയർനെസ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് ക്യാപിറ്റൽസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ വേൾഡിലുള്ള പല പാർലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഇതൊക്കെ PSC ചോദ്യം കൂടെയാണ്, പ്രീവിയസ് ഇയർ ചോദ്യം കൂടെയാണ്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പോലെ മദ്രിദ് എന്ന് പറയുന്നത് ഏത് രാജ്യവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ എന്താ, ലണ്ടൻ എന്താണ്? ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ക്യാപിറ്റൽ സിറ്റിയാണ് മദ്രിദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്? സ്പെയിനിൻ്റെ ക്യാപിറ്റലാണ്.
അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ഒരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഈ എന്താ പറയുക രാജ്യങ്ങളുടെയൊക്കെ ക്യാപിറ്റൽസ് കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്ബറിങ് കൺട്രീസ് നോക്കാം. ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസിൻ്റെ ക്യാപിറ്റൽസ് നോക്കാം. പിന്നെ അല്ലെങ്കിൽ ന്യൂസിലുള്ള കറൻ്റ്ലി ന്യൂസിൽ പ്രാധാന്യമുള്ള രാജ്യങ്ങളുടെ ക്യാപിറ്റൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ ഇഷ്യൂ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഉക്രൈൻ്റെ ക്യാപിറ്റൽ ഏതാണ്, കീവാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ജനറൽ അവയർനെസ് എന്നുള്ള രീതിയിൽ ന്യൂസിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്ന രാജ്യങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും പഠിച്ചു വെക്കാൻ മാക്സിമം ശ്രമിക്കാം.